ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ജേർണൽ ബുക്ക് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഈ സഞ്ചിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എനിക്കൊരു വിൻറ്റേജ് തീമിനോടാണ് കുറച്ചൊരിത്, അതുകൊണ്ട് ഞാനൊരു വിൻറ്റേജ് തീമിന് പറ്റിയ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോ, പിങ്ക് ആവാം, റെഡ് ആവാം, ഏത് കളറാണ്. ഇനിയിപ്പോൾ ഇതന്നെ വേണമെങ്കിൽ ഈ സഞ്ചി എടുത്തോ. ഞാനതിൻ്റെ രണ്ട് സൈഡും ബുക്കൊന്ന് നേരെ വെച്ചില്ല, നമുക്ക് എന്തായാലും പണി കിട്ടേ. ഞാനിത് രണ്ട് സൈഡൊന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. അത് തുറന്നതിന് ശേഷം അത് നമ്മൾ ഈ ബുക്കൊക്കെ പൊതിയാറില്ലേ, ഈ സ്കൂൾ ബുക്സൊക്കെ, അതുമാതിരി ഒന്ന് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബുക്ക് എപ്പോഴും നേരെ വെക്കാൻ ശ്രദ്ധിക്കണം. ഞാനതൊന്ന് നേരാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ സൈഡൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ബാലൻസ് സൈഡില്ലേ, അതൊന്ന് ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ രണ്ട് സൈഡിനും ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ആ സ്റ്റാപ്ലർ വെച്ചാണ് ഇതാക്കി കൊടുക്കുന്നത്. സെല്ലോ ടേപ്പ് വെച്ച് എന്തായാലും ആവില്ല എന്ന് തോന്നി ഞാൻ സ്റ്റാപ്ലർ വെച്ചാണ് ചെയ്തത്. പിന്നെ ഞാനതൊന്ന് ആ ബാലൻസ് സൈഡൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സൈഡ് ഒന്ന് ഞാൻ സ്റ്റാപ്പ് ചെയ്തെടുത്തു. രണ്ട് സൈഡിൽ സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ട്. നടുവിൽ ചെയ്ത രണ്ട് സൈഡ് ഇങ്ങോട്ട് പോരും. അപ്പം ഞാൻ രണ്ട് സൈഡാക്കി ചെയ്തു. പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡും അതേമാതിരി ചെയ്യാണ്. പിന്നെ ആ ചെയ്ത ഭാഗം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ചെയ്യാൻ ശ്രദ്ധിക്കണേ. നേരത്തെ മടക്കി കൊടുത്തവര് അവിടെ മടക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ മുറിച്ചതിൽ ചെറിയൊരു തകരാറ് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചവര് ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെട്ടിയത് കുറച്ച് അധികമായി പോയതാണ്. പിന്നെ ആ സൈഡ് രണ്ട് സൈഡും ഞാൻ സ്റ്റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാലൻസ്ഡ് സൈഡ് നോക്കിയപ്പോൾ ഞാൻ കാണിച്ച തകരാറ് മൂലം ഞാനത് വെട്ടിക്കളയുമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ കത്രിക വെച്ച് അത് വെട്ടി. പിന്നെ അതിന് ചെറിയൊരു ബാലൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്റ്റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബുക്ക് റെഡി ആയിട്ടു. ഇനി നമുക്ക് കുറച്ച് അലക്കിലത്തെ പരിപാടികൾ. ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു കളർ പേപ്പറാണ്, ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വിൻറ്റേജ് തീമിന് ഏറ്റവും അനുയോജ്യമായ കളർ അതാണല്ലോ. പിന്നെ എന്തായിരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു പൂക്കി ബൊക്കെയായിരുന്നു. ബട്ട് അത് പൂക്കി ആവത്തില്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സ്ക്വിഷി മാതിരി ചെയ്യാമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പേപ്പർ മടിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ ആ റിബൺ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. റിബൺ വെട്ടിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇതാക്കാൻ നോക്കണം. നമ്മളിതേ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ ആ സൈഡൊന്ന് വെട്ടിയെടുത്തു. പിന്നെ ഞാനത് വെട്ടലായി. ആ
മുറിച്ച ഭാഗം ഒന്ന് നല്ലോണം ഒന്നാക്കി വെട്ടാൻ ശ്രമിക്കുക. അത് നമ്മളൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഞാനത് വെട്ടിയെടുക്കുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്തോളൂ, ഞാൻ അതിനുള്ള റിക്വസ്റ്റ് തരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം ഞാൻ സെല്ലോ ടാപ്പ് വെച്ച് ആക്കിയിട്ട് അതിലേക്ക് പഞ്ഞി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാനൊരു ഭാഗം മുഴുവനും ഇതാക്കിയെടുത്തു. പിന്നെ ഞാൻ പഞ്ഞി വെക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിലും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. ആ സെല്ലോ ടാപ്പിന് എനിക്ക് കുറച്ച് ബാലൻസ് അവിടെ വന്നു, അപ്പം ഞാനതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ തന്നെ ഒട്ടിച്ചൊളിഞ്ഞു. മറ്റേ സൈഡും അതേമാതിരി തന്നെ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് പഞ്ഞി വെക്കാൻ വേണ്ടി പഞ്ഞി എടുത്തു. അതൊന്ന് തുറന്നതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തിരുത്തണം. ഇനി ഞാൻ പഞ്ഞി വെച്ചു. സ്ക്വിഷ് വേണ്ടാത്തവർക്ക് വേണേൽ ആ റിബൺ മാത്രം വെച്ച് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഈ സ്ക്വിഷിയാക്കി കുറച്ചൊരു ക്യൂട്ട്നെസ്സും വിൻറ്റേജ് എല്ലൂടെ ആവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ എടുത്തിരുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ പഞ്ഞി എടുത്തതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. പഞ്ഞി വെക്കുന്ന ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പഞ്ഞി വെച്ചതാണ്. പിന്നെ നല്ലോണം ഒന്ന് ഉള്ളോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും ചെയ്യാൻ നോക്കുക. അതേ ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ റിബണ് വെറുതെ നിൽക്കുന്നുണ്ട്, അപ്പോൾ ഒരു സുഖമില്ല. ഞാൻ പേന വെച്ചാണ് കളർ ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ ബുക്കിൻ്റെ നടുവ് തന്നെ ഒട്ടിക്കാൻ വിചാരിച്ച് ഞാനതൊന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്കൊരു വൃത്തി തന്നില്ല. പിന്നെ ഞാൻ ആ സൈഡിലേക്ക് നീക്കിക്കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒരു സുഖം തോന്നിയത്. ഇനി ഞാനതവിടെ ഒട്ടിച്ചെടുത്ത്
ഞാൻ നടുവ് തന്നെ സ്റ്റെപ്പ് എടുത്തു. അഥവാ വിട്ടു പോന്നാലോ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനൊരു A4 പേപ്പർ എടുത്തിട്ട് അതിൽ മൈ ജേണൽ ബുക്ക് അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെങ്കിലും എഴുതുക. ഞാൻ ഡിസൈൻ ചെയ്യുന്നവർ തന്നെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ എന്നെക്കാട്ടിൽ നല്ലോണം മുൻചാക്കാൻ കഴിയുന്നതാണ്. ഇതേമാതിരി ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് വെട്ടിയെടുത്തു. പിന്നെ ഞാൻ അത് അങ്ങനെ ഒട്ടിച്ച് നോക്കി. അങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. പിന്നെ ഞാനിത് ഓരോ ലെറ്ററായിട്ട് ഇങ്ങനെ വെട്ടിയെടുത്ത് ഒട്ടിക്കാമെന്ന് വിചാരിച്ച് നോക്കി. അങ്ങനെ ചെയ്യാണ്. ഞാൻ അങ്ങനെ ഒട്ടിക്കാൻ നോക്കിയെങ്കിലും എൻ്റെ ഒരു അഭ്യാസം ആ ബുക്ക് സ്വീകരിക്കുന്നില്ലേ. പിന്നെ ഞാനതെല്ലാം വെട്ടിയെടുത്തു. അത് ഓരോന്നായിട്ട് ഞാൻ ഒട്ടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ പല ലെറ്റേഴ്സ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ രണ്ട് ഒന്ന് അടുപ്പിച്ചാണ് ഒട്ടിച്ചെടുത്തത്. ഒരു ഐ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കണ്ണിൻ്റെ ലുക്ക്. അങ്ങനെ ലാസ്റ്റ് ലെറ്ററോടെ ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ ബുക്ക്.